നമസ്കാരം. ഞാനിന്നിവിടെ ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള മസാല ബോണ്ടയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 മീഡിയം ടൈപ്പ് ഉരുളൻകിഴങ്ങാണ്. അത് പുഴുങ്ങിയെടുത്തിട്ട് ഞാനിവിടെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ളതാണ്, വെള്ളത്തിൻ്റെ നനവൊന്നുമില്ല. പിന്നെ നന്നായി ഉടച്ചിട്ടില്ല, ഓരോ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉടച്ചാൽ മതി. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായി ചൂടാകട്ടെ. നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പ് സവാളയായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, അത് ചെറുതായി അരിഞ്ഞു വെച്ചാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതൊന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം വഴലുണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് കടിക്കാൻ കിട്ടും. ഇവിടെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് വഴന്ന് വരണം. അതുകൊണ്ട് ഞാൻ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം, 1/4 ടീസ്പൂണിനേ ഉള്ളൂ, 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് നമ്മൾ ഉടച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. നമ്മുടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ നോക്കിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയൊക്കെ നല്ലോണം തണുത്തിട്ടുണ്ട്. നമ്മളിനി ബോൾ പിടിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ചെറുതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നന്നായി വേവാനും ബുദ്ധിമുട്ടില്ല, അതുപോലെ തന്നെ കാണാനും ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അത് അതുപോലെ ഞാൻ ചെറിയ ബോളാക്കിയിട്ടാണ് പിടിക്കണത്. മാവ് കലക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം എന്താ പറയുക മൈദപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഇല്ല, കുറച്ച് 1/4 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചാണ് മുളക് പൊടി,
അത് എരിവ് എത്രത്തോളം വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനും ഇവിടെ ഒരു 1/4 ടീസ്പൂൺ തന്നെയാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇളക്കി ചേർക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇളക്കി ചേർക്കുകയാണ്. കട്ടാതെ ഇളക്കി ചേർത്തോളൂ. ഞാൻ തിരി ഇളക്കിയിട്ട് തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ ഞാൻ മാവ് കലക്കിയിരിക്കുന്നത് ഇതാ ഈ ഇതിലാണ്, ഈ ലെവലിലാണ് കേട്ടോ. ഒരു 3/4 ഗ്ലാസ് വെള്ളമായി ഉണ്ടാവും. അത് ഓരോരുത്തരുടെ കടലമാവും അരിപ്പൊടിക്കും മൈദപ്പൊടിക്കൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പോൾ അത് നോക്കി ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിത് ബോണ്ട ഉണ്ടാക്കാൻ നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ വേണം എണ്ണ ഉണ്ടാവേണ്ടത്. ഇനി നമ്മുടെ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മളിനി ഓരോ ബോളും എടുത്തിട്ട് നമ്മുടെ മാവിൽ മുക്കണം കേട്ടോ. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതായി വന്നിട്ട് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള മസാല ബോണ്ട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് സോഫ്റ്റ് കുറവുണ്ട് കേട്ടോ. അത് നല്ലോണം സോഫ്റ്റ് കുറവില്ല, കുറച്ചുണ്ട്. അതെന്താ കാരണം വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാവിൽ കുറച്ച് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.